പ്രിയപ്പെട്ടവരെ, നമസ്കാരം. നമ്മുടെ നന്ദനൊപ്പം എന്ന ചാനലിലേക്ക് സ്വാഗതം. അമ്പലപ്പുഴയിൽ UDF-കാർ അവരുടെ സ്ഥാനാർത്ഥിയുടെ പ്രചരണത്തിന്റെ ഭാഗമായിട്ട് ഒരു തെരുവ് നാടകം അവതരിപ്പിക്കുന്നു. സ്വാഭാവികമായിട്ടും ഈ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് ഒരുപാട് പ്രചരണ പരിപാടികൾ നടത്താറുണ്ട്. പല തരത്തിലുള്ള പ്രചരണ രീതികൾ, ഗാനമേളയായിട്ടും നാടൻ പാട്ടായിട്ടും അതുപോലെ തെരുവ് നാടകമായിട്ടും അതല്ലെങ്കിൽ മറ്റ് കഥാപ്രസംഗമായിട്ടും ഓട്ടംതുള്ളാറ്റൊക്കെ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണം നടക്കുന്ന പതിവാണ്. എല്ലാ കലാപരിപാടികളും തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പരിപാടി. എന്നാൽ ഇവിടെ UDF-ന്റെ പ്രവർത്തകർ അമ്പലപ്പുഴയിൽ ഒരു തെരുവ് നാടകം അവതരിപ്പിച്ചു. ആ തെരുവ് നാടകം CPM പ്രവർത്തകർ, അവിടെയുള്ള LDF-ന്റെ CPM പ്രവർത്തകർ ആക്രമിക്കുന്നു. തെരുവ് നാടകം നടത്തിയവരെ മുഴുവനും തല്ലി ഓടിക്കുന്നു. അവരെ കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം നശിപ്പിക്കുന്നു. പിന്നെ അവിടെ ഇതോടുകൂടി അവിടെ വലിയ സംഘർഷം നടക്കുന്നു. പിന്നെ LDF-ന്റെയും UDF-ന്റെയും പ്രവർത്തകർ വലിയ സംഘർഷം നടക്കുന്നു. പോലീസ് വന്നിട്ട് അവിടെ വലിയ ലാത്തി ചാർജ് നടത്തേണ്ടി വരുന്നു. ഇത് നമ്മുടെ കേരളത്തിൽ ഈ തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് നടന്ന ഒരു സംഭവമാണ്. ഇതുപോലെ മറ്റൊരു സംഭവം വടക്കൻ കേരളത്തിലെ പാനൂരിൽ നടന്നു. അത് ബോംബ് പൊട്ടിയതാണ്. ബോംബ് ഉണ്ടാക്കുന്നതിനിടയിൽ പൊട്ടിത്തെറിച്ച് ഒരുത്തൻ മരിക്കുകയും മറ്റൊരാൾ ഗുരുതരമായി കിടക്കുകയും മറ്റു പലർക്കും പരിക്കേൽക്കുകയും ചെയ്തു. അതിൽ കുറേ പേരെയൊക്കെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട്. എന്തായാലും തെരഞ്ഞെടുപ്പ് കാലം അവിടെയും പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് ഭരണകക്ഷിയിൽപ്പെട്ട CPM പ്രവർത്തകരാണ്. അതുപോലെ തന്നെ ഈ അമ്പലപ്പുഴയിൽ സംഭവിച്ചതും CPM-കാരാണ്. ആക്രമിച്ചതും CPM-കാരാണ്. നാടക സംഘത്തെ ആക്രമിച്ചത്. ഈ നാടക സംഘം ഇത് പറയുമ്പോഴാണ് നമ്മൾ CPM-ന്റെ ഈ സ്വഭാവം മനസ്സിലാക്കുന്നത്. അവർക്ക് ഈ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കുറിച്ചും പിന്നെ കലാകാരന്മാരുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും ജനാധിപത്യ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും പിന്നെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും പൗരസ്വാതന്ത്ര്യത്തെക്കുറിച്ചുമൊക്കെ അതിഭയങ്കരമായിട്ട് സംസാരിക്കുന്ന, അതിനുവേണ്ടി വാദിക്കുന്ന ഒരു സംഘമാണ് ഈ പിന്നെ CPM പ്രവർത്തകർ, DYFI പ്രവർത്തകർ. BBC-യുടെ ഒരു ഡോക്യുമെൻ്ററി പ്രദർശിപ്പിക്കരുത് എന്ന് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചപ്പോൾ അതിനെതിരായിട്ട് പ്രവർത്തിക്കുകയും അത് പാടില്ല, അത് ഞങ്ങൾ പ്രദർശിപ്പിക്കുമെന്ന് പറഞ്ഞു. ഇതൊരു ഞങ്ങളുടെ സ്വാതന്ത്ര്യമാണ്, രാജ്യത്തിൻ്റെ പൗരസ്വാതന്ത്ര്യമാണ്, അഭിപ്രായ സ്വാതന്ത്ര്യമാണ്, ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് ഹനിക്കുന്നത്, ഇതൊരു ഫാസിസ്റ്റ് ഗവൺമെൻറ്റാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ BBC-യുടെ ഈ ഡോക്യുമെൻ്ററിയെ ഇവിടെ എല്ലാം DYFI എല്ലായിടത്തും നടന്ന് പ്രദർശിപ്പിച്ചത്. അവിടെ അവർ പറഞ്ഞത് ആവിഷ്കാര സ്വാതന്ത്ര്യം ഏറ്റവും മഹത്തരമാണ് എന്നാണ്. ഇവിടെ ഒരു നാടകം അവതരിപ്പിച്ചപ്പോൾ എന്തുകൊണ്ടാണ് ഇത്രയും അസഹിഷ്ണുതരായത് CPM-കാർ? സ്വാഭാവികമായിട്ടും പ്രതിപക്ഷ പാർട്ടിയായ UDF ആയതുകൊണ്ട് UDF ഒരു നാടകം അവതരിപ്പിക്കുമ്പോൾ ആ നാടകം അവർ ഈ ഗവൺമെൻറ്റിൻ്റെ ജനവിരുദ്ധ പ്രവർത്തനങ്ങളെ ജനങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു നാടക രൂപത്തിൽ അവർ കാര്യങ്ങൾ പറയുന്നത്. സ്വാഭാവികമായിട്ട് ഈ ഗവൺമെൻറ് വിരുദ്ധമായ ഒരു നാടകം പ്രമേയം തന്നെയായിരിക്കും നാടകത്തിൽ അവർ തിരഞ്ഞെടുക്കുന്നത്. ഈ ഗവൺമെൻറ് വിരുദ്ധ പ്രമേയമാകുമ്പോൾ ഗവൺമെൻറ്റിനെ നയിക്കുന്ന പിണറായി വിജയനെ ഒരു നല്ല ആളായിട്ട് ചിത്രീകരിക്കാൻ അവർക്കൊണ്ട് കഴിയില്ല. ഒരു മോശം ഭരണാധികാരിയായിട്ട് തന്നെയായിരിക്കും അവർക്ക് ആ നാടകത്തിൽ കഥാപാത്രമായിട്ട് ചിത്രീകരിക്കാൻ കഴിയുക. അതാണ് ഈ CPM-കാർക്ക് ഇഷ്ടപ്പെടാത്തത്. പിണറായി വിജയനെ അധിക്ഷേപിച്ചു കളഞ്ഞു, മോശം കഥാപാത്രമായിട്ട് ചിത്രീകരിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവന്മാരെ ഈ പിന്നെ നാടക സംഘത്തെ ആക്രമിച്ചത് CPM പ്രവർത്തകർ. അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റായ ഒരു ഹാരിഷ്, പഞ്ചായത്ത് അംഗമായ പ്രജീഷ്, പിന്നെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായ ദിലീഷ്, ഇവരുടെ എല്ലാം നേതൃത്വത്തിലാണ് അവിടെ ഈ അക്രമം നടന്നത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞു വരുന്നത്, ഈ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനോട് നിങ്ങളിങ്ങനെ പറയുമ്പോൾ ഈ ചെയ്യുന്നത് എത്രമാത്രം ഹീനമാണ് എന്നതാണ്. അവിടെ വലിയ സംഘർഷാവസ്ഥ ഉണ്ടാക്കി. ഒരു തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഒരു പ്രദേശത്തെ സംഘർഷാവസ്ഥ സൃഷ്ടിക്കാൻ ഈ പിന്നെ ഭരണകക്ഷിയിൽപ്പെട്ട തന്നെ പാർട്ടി തന്നെ തീരുമാനിക്കുക, ഇറങ്ങിത്തിരിക്കുക എന്ന് പറഞ്ഞാൽ അതിന് എങ്ങനെയാണ് അംഗീകരിക്കാൻ കഴിയുക? എന്തായാലും തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കാലത്ത് ജനങ്ങൾ തീരുമാനിക്കട്ടെ. ഈ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് ഈ വാദോരാതെ സംസാരിക്കുന്ന CPM-ഒക്കെ ഇത്തരം പ്രവൃത്തികൾ ചെയ്യുന്നത് ശരിയാണോ എന്ന് അവർ അംഗീകരിക്കട്ടെ. എന്തായാലും തെരഞ്ഞെടുപ്പ് വരുമ്പോൾ, റിസൾട്ട് വരുമ്പോൾ നമുക്ക് കാര്യങ്ങൾ കൂടുതൽ വിലയിരുത്താം.